ഞാൻ നിങ്ങളുടെ മുൻപാകെ നിൽക്കുന്നത്. അത് തുടങ്ങുവാനുള്ള പ്രധാനപ്പെട്ട പ്രചോദനം ഈ വന്യപിതാവാണെന്നുള്ളത് സന്തോഷത്തോടെ ഓർക്കുന്നു. അത് തുടങ്ങിയ കാലം തൊട്ട് അതിൻ്റെ മാനേജിംഗ് ട്രസ്റ്റി ആയിട്ട് പ്രവർത്തിക്കുന്നതും അഭിവന്യ തിരുമേനിയാണ്. ഞാൻ ഇന്നലെ തിരുമേനി എഴുതിയ തിരുമേനിയുടെ ഓട്ടോബയോഗ്രഫിയുടെ ഒരു ഭാഗം വായിക്കുകയുണ്ടായി. ആ ഓട്ടോബയോഗ്രഫിക്കകത്ത് അദ്ദേഹം എഴുതിയിരിക്കുന്നു, അടയാറിൽ വെച്ച് ഇപ്പോൾ ശ്വാസം നിലയ്ക്കും എന്നുള്ളതായ ആ സമയത്ത് വന്നപ്പോൾ തിരുമേനി കേട്ട ശബ്ദം 5 പിതാക്കന്മാരുടെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ഒന്നാമത്തേത് പത്രോസ് പൗലോസ് ശ്ലീഹന്മാർ, രണ്ടാമത് പരിശുദ്ധനായ ഗീവർഗീസ് സഹദ, നാലാമത് പരിശുദ്ധ പരിമല തിരുമേനി, അഞ്ചാമത് പാമ്പാടി തിരുമേനി. ഈ കാരുണ്യാനിലയം സ്ഥാപിതമായിരിക്കുന്നത് തിരുമേനി ദിവസവും ഓർക്കുകയും മധ്യസ്ഥത യാചിക്കുകയും ചെയ്യുന്ന 2 പിതാക്കന്മാരുടെ പേരിലാണ്. ഒന്ന് പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ പേരിലും ഒന്ന് പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയുടെ പേരിലും. തിരുമേനി എന്നും വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഈ പിതാക്കന്മാരുടെ മധ്യസ്ഥതയിൽ ശരണപ്പെടുമ്പോൾ അദ്ദേഹം ഓർത്തിരുന്നത് ഈ കാരുണ്യാനിലയത്തെയും കൂടിയാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഈ നിലയിലേക്ക് അത് ഉയർന്നു വരുവാനുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകം അഭിവന്ദനായ തിരുമേനിയാണ്. തിരുമേനിക്ക് എന്നും ഒരു കംപ്ലൈൻറ്റേ ഉണ്ടായിരുന്നുള്ളൂ, കൊടുത്തത് പോരാ. ഈ കഴിഞ്ഞതിൻ്റെ മുൻപിലത്തെ ഓഗസ്റ്റ് മാസം തൊട്ട് ക്യാൻസർ രോഗികൾക്ക് പൂർണ്ണമായും മരുന്ന് മേടിച്ചു കൊടുത്ത് അതിൻ്റെ കണക്കുമായിട്ട് വരുമ്പോൾ തിരുമേനി പറയും, ഏതാണ്ട് എനിക്കൊരു സന്തോഷമായി, എൻ്റെ ഹിതമനുസരിച്ച് ഞാൻ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് കാരുണ്യാനിലയം വളർന്നുകൊണ്ടിരിക്കുന്നുവെന്ന് തിരുമേനി സന്തോഷത്തോടെ പറയുകയുണ്ടായി. 2 ലക്ഷം രൂപയും 3 ലക്ഷം രൂപയും ഒക്കെ ഒരു മാസം മരുന്നിന് കൊടുക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ അടിയിൽ ഒപ്പിട്ട് തരുമ്പോൾ തിരുമേനിക്ക് സന്തോഷമായിരുന്നു. തിരുമേനിയോട് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യമേ ഉള്ളൂ, ഒന്നുമില്ലായിൽ നിന്നും വളർന്ന് ഈ നിലയിലേക്ക് എത്തിയ ഈ കാരുണ്യാനിലയം ലോകാവസാനം വരെ നിലനിൽക്കത്തക്ക വിധത്തിൽ ഇതിന് മധ്യസ്ഥനായിരുന്ന് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് തിരുമേനിയോട് അപേക്ഷിക്കുകയും തിരുമേനിയുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എന്നാളും തിരുമേനിയെ വിശുദ്ധ കുർബാനയിൽ ഓർക്കുകയും തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്നും ഞാൻ ഓർപ്പിച്ചുകൊണ്ടും എല്ലാ യാത്രയ്ക്കുള്ള എല്ലാ അംഗങ്ങളും തിരുമേനിക്ക് നേർന്നുകൊണ്ടും എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കും.